അരികിൽ നിന്നകലാതെ ഇരിക്കാം, മിഴി രണ്ടും നനയുമ്പോൾ തുണയായിരിക്കാം. ഒരുമിച്ചൊരു അനുരാഗ പുഴയായി നീ ഒഴുകാം, ഒരുമിച്ച മാനത്തെ മുകിലായി തീരാം, ഒരുമിച്ച മാനത്തെ മുകിലായി തീരാം. അപ്പൊ പെട്ടെന്ന് ഞാൻ എന്തിനാ വന്ന് ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടി എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടായിരിക്കും. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ബുക്ക് വായിച്ചിരുന്നു. ഒരിക്കൽ എന്ന് പറയുന്ന ഒരു ബുക്ക്, എൻ മോഹനൻ എന്ന് പറയുന്ന ഒരു കഥാകൃത്ത് എഴുതിയ ഒരിക്കൽ എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ വായിച്ചായിരുന്നു. അപ്പൊ ആ ബുക്ക് വായിച്ചപ്പോൾ അതിൽ ഉണ്ടായിരുന്ന, സാധാരണ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്കതിന്റെ കഥയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു നടന്ന ആ ഒരു ക്യാരക്ടേഴ്സിനെയോ അല്ലെങ്കിൽ ആ ഒരു കഥയായിരിക്കും നമുക്ക് മൊത്തത്തിൽ ഓർമ്മ നിൽക്കുക. പക്ഷെ ഈ ഒരു ബുക്ക് വായിച്ചപ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, ഒരു ഇമോഷൻസ്, ഒരു സെറ്റ് ഓഫ് ഇമോഷൻസ് ആണ് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവുക. അതിപ്പം പ്രണയം, നഷ്ടം, വിരഹം, കാത്തിരിപ്പ്, പിന്നെ ഒരു തിരിച്ചുവരവ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു മിക്സഡ് ഓഫ് ഇമോഷൻസ് നമുക്കിങ്ങനെ ഗോ ത്രൂ ചെയ്യുന്ന പോലെ തോന്നും. അപ്പൊ ആ ബുക്ക് വായിച്ചപ്പം പല വരികളും ഈ പാട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു പാട്ട് പാടിയത്. ജീവിതത്തിൽ പെട്ടെന്നൊരു നിമിഷം കടന്നു വന്നൊരാൾ പിന്നീട് ജീവിതത്തിൽ നിന്ന് അകന്നു പോയെങ്കിലും ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളായിരുന്നു ആ മനുഷ്യൻ നമുക്ക് ജീവിതത്തിൽ തന്നത്. അതാണ് അതിന്റെ ഒരു സ്റ്റോറി ലൈൻ. പക്ഷെ എന്തോ ഭയങ്കരം, ഞാൻ പറഞ്ഞില്ലേ, ഇമോഷൻസിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കായിട്ട് എനിക്ക് തോന്നി. കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു മലയാളം പുസ്തകം വായിക്കുന്നതെങ്കിലും എനിക്കതിന്റെ ഒരു പ്രണയമോ അല്ലെങ്കിൽ ആ ഒരു കഥയോ ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും കൂടുതൽ ഒരു പ്രണയം നഷ്ടപ്പെട്ടാലും അതിനെ ഭംഗിയായി ഒരു സൗന്ദര്യമുള്ളൊരു പ്രണയമായിട്ട് വർണ്ണിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലളിതമായ വാക്കുകളിലൂടെ നഷ്ടപ്പെട്ടു പോയൊരു പ്രണയത്തിന്റെ സൗന്ദര്യവും ആ ഒരു വേദനയും ഭയങ്കര ഭംഗിയായിട്ട് ആ കഥാകൃത്ത് അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ചില പ്രണയങ്ങൾ സ്വന്തമാക്കാനുള്ളതല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ ഒരു ഓർമ്മയായിട്ട് കൊണ്ടു നടക്കാനുള്ളതാണ് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് അതിൻ്റെ അകത്ത് കൊടുക്കുന്നത് എനിക്ക് തോന്നി. ആ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്നിട്ടും അവൾ അറിഞ്ഞില്ല, ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എന്റെ പ്രണയം, ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലുതായിരുന്നു എന്റെ ഇഷ്ടം. എന്നിട്ടും അവൾ അറിഞ്ഞില്ലല്ലോ, ഇപ്പോൾ ഈ വൈകിയ വേളയിൽ പ്രപഞ്ചത്തിൽ കോരിച്ചൊരിയുന്ന ഈ പേമാരി എന്റെ കണ്ണുനീരാകുന്നു എന്ന് സത്യം മാത്രം അവൾ അറിയുന്നു അത്ര. ഇതായിരുന്നു അതിന്റെ ഒരു ലാസ്റ്റ് സെന്റൻസ് എന്ന് പറയാം. ഭയങ്കര ഒരു കണക്ഷൻ തോന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവണം എന്നില്ല, നടന്നുകൂടായികയില്ല എന്നില്ല, പക്ഷെ എന്തോ ഒരു ഇമോഷൻസിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പുസ്തകമായിട്ട് എനിക്കത് തോന്നിയായിരുന്നു. ഇതിലൊരു വരിയുണ്ട്: എന്നെ സ്നേഹം പഠിപ്പിച്ച, എന്നെ സ്നേഹം കൊണ്ട് പരിചരിച്ച പെൺകുട്ടി, നിനക്കെന്നും നല്ലത് വരട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ചുറ്റുമുള്ളവരെല്ലാവരും നമ്മളെ സ്നേഹിച്ചവരാകട്ടെ, നമ്മളിൽ നിന്ന് അകന്നു പോയവരായിരിക്കട്ടെ, എല്ലാവരും നന്നായിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ.